പ്രൈവറ്റ് അൺലിസ്റ്റഡ്. ഓക്കെ, എനിക്ക് കണ്ടിരുന്ന് കരയാനുള്ള ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇതാണ് എന്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് യൂട്യൂബിൽ ഒരു മുണഞ്ഞവനെ റോസ്റ്റ് ചെയ്യും. ഉണ്ടോ, അവൻ്റെ പേര് പറയുന്നതിന് മുന്നേ എൻ്റെ ഇവിടെ ഞാൻ തന്നെ കടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് യൂട്യൂബിൽ ഒരു മുണഞ്ഞവനെ ഞാൻ റോസ്റ്റ് ചെയ്യാൻ പോകണം. അവനെ ഉണ്ടല്ലോ, അവനെ ഞാൻ മുണഞ്ഞവനെ ഉണ്ടല്ലോ പറ്റിച്ചതാ. ഇനി മൂർച്ചയില്ല, പഞ്ചാബിൽ പോയപ്പോൾ മേടിക്കാം. ഇതുകൊണ്ടാണ് ഞാൻ ഷേവ് ചെയ്യുന്നത്. സോ നമുക്ക് അവനെ റോസ്റ്റ് ചെയ്യാം. അവന്റെ വീഡിയോ നമുക്ക് കാണാം. ഇവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ടിക്ടോക്ക് റോസ്റ്റഡ്, ടിക്ടോക്കിലെ ഡോങ്കിള്, ടിക്ടോക്ക് റോസ്റ്റ് മലയാളം. ഭയങ്കര കഴിവേറി. ഐ മീൻ ഓവർ ടാലന്റഡ്. കമന്റ് ഒക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്, ചെക്കൻ ഇപ്പൊ 1 മില്യൺ അടിച്ചു ഗായ്സ്. യവനോ ഈ മണവണാഞ്ചനോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ലോകത്തിൽ ഏറ്റവും ശക്തിയായിട്ട് കാറ്റടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു തരം കാറ്റാടിയെ കുറിച്ചാണ്. ഈ കാറ്റാടി ഉണ്ടാക്കിയത് ആരാന്ന് വെച്ചാൽ ആദരണീയനായ ടിക്ടോക്ക്. അവൻ അത് പറയാൻ പോലും അറിയത്തില്ല. എന്തോന്ന് ആദരണീയൻ? ആദരണീയനായെന്ന് നിനക്ക് പറയാൻ അറിയത്തില്ലയോ? ഈ ചെറുക്കനുണ്ടല്ലോ, അന്ന് ഏതാണ്ട് 14 വയസ്സേ ഉള്ളായിരുന്നു. ആ സമയം ഈ ചെറുക്കൻ വല്ലവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് വ്യൂസ് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോഴും നോക്കട്ടെ എങ്ങനെ അവനൊക്കെ മറ്റുള്ളവരെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നതെന്ന്. ആ കാറ്റാടി ഓൺ ആക്കിയപ്പോഴുള്ള ഒരു ദൃശ്യം നമുക്ക് കാണാം. ഇവനന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ അറിയുമായിരുന്നോ? പണ്ടത്തെ പൊട്ടിയ സാംസങ്ങിന്റെ ഫോണിലെ കെയിൻ മാസ്റ്റർ വെച്ച് എഡിറ്റ് ചെയ്ത വീഡിയോ ഇട്ടിട്ട് അവൻ ആളാവും. എന്റെ കമ്പ്യൂട്ടറിന് സ്വർണ്ണ വിലയായിപ്പോ, അല്ലെ ഞാൻ തുപ്പിയാനേ അവന്. തനി രൂപം ഇതാ. പണ്ടത്തെ ആള് പാലാശാജി. ഇപ്പൊ എന്ത് ചെയ്യാ പുള്ളി? ഇപ്പൊ അമലാശാജിയുടെ കാലമാണ്. പണ്ട് പാലാശാജിയുടെ ആയിരുന്നു. അന്ന് അവൻ ക്ലെവർ ആയിരുന്നു കേട്ടോ. സൗണ്ടൊക്കെ മാറ്റിയുണ്ടോ അതിനനുസരിച്ച്. എടുക്കാൻ ഒരു രക്ഷയില്ല, പൊളിച്ച്. ഇവന്റെ കോലമൊക്കെ കണ്ടില്ലയോ? ആരാണ്ട് എന്നെ കുറ്റം പറയുന്നുണ്ട്, അതാ ഈ തുമ്മുന്ന്. അന്നത്തെ അവന്റെ കോലമൊക്കെ കണ്ടില്ലേ? മുള്ളമ്പന്നി പോലത്തെ അവന്റെ മുടിയും. വേണമെങ്കിൽ ഇവിടെ ഒരു തിരി കത്തിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഫ്രണ്ടി വെക്കാം. ഐശ്വര്യ കേടിന് ഇപ്പോഴും അല്ലേ ഇങ്ങനെ നോക്ക്. എന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ ഞാൻ ചെയ്തേനെ. ഇതൊക്കെ കണ്ടിട്ട് ആരേലും ചിരിക്കുവോ? അല്ല, ഇപ്പോഴെങ്കിലും ചിരിക്കാറുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല. നെക്സ്റ്റ് വീഡിയോ. പണ്ടത്തെ ഓർമ്മകൾ പൂത്തുലഞ്ഞു. എവിടോ ഡിങ്കൻ? എന്നെ അന്ധകാലത്തില് പണ്ട് ഫോളോ ചെയ്ത ആൾക്കാർക്ക് അറിയാം, എന്റെ വീഡിയോകളിൽ ഡിങ്കൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഇട്ട് തരാനായിട്ട് ഒരു അസിസ്റ്റന്റിനെ വെച്ചേക്കുമായിരുന്നു ഞാൻ, ഡിങ്കൻ എന്ന് പറയുന്നത്. എന്തോ ചെയ്യാനെന്ന് പറ, അന്നത്തെ ഓരോരോ വിവരക്കേട്. ഇത് വേണ്ട ഇതിനെ എനിക്ക് നേരത്തെ ഓർമ്മയുള്ളതാ. എന്റെ ഡിങ്ക, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ ഒന്നും ഇടല്ലെന്ന്. ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നയാ. ഈ മോനെ ചേച്ചി വഴക്ക് പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോ? ചിലപ്പോ അവരൊക്കെ കാണാൻ നേരം അന്ന് തോന്നുന്ന ഒരു കുസൃതി ഇവിടെ ചെയ്ത് കൊച്ചി ഇറക്കാൻ എന്നെ കുറ്റം പറഞ്ഞോട്ട് വീഡിയോ ഇട്ടിരിക്കുന്നു. ഞാൻ അടുത്ത വീഡിയോ ഇട്ടേ. ഇതാരാ? എനിക്ക് ഓർമ്മയുണ്ട്, ബാലാജിയോ എന്തുവായിരുന്നു പേരെന്തുവായിരുന്നു? വണക്കം. ഇതുപോലത്തെ കേട് സത്യത്തിൽ ഇതൊക്കെയാടാ ഡിങ്ക ശരിക്കും ടിക്ടോക്ക് കഴിവുള്ളവർ ചെയ്യേണ്ട സാധനം. ഇവരൊക്കെ ടിക്ടോക്ക് ശരിക്കും ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോഴത്തെ കുറെ പിള്ളേർ തോന്നിയ പോലെ ഇടുന്നതല്ലേ ഈ ടിക്ടോക്ക്. നീ ഇത് കാണ്, ആ പാട്ടൊന്ന് കേട്ടു നോക്കാം. ഇവരൊക്കെ വംശനാശം വന്ന് കാര്യമായി. അല്ലെ നമ്മുടെ അലിൻ ജോസ് പെരേരയൊന്നും ഒരു വിധത്തിലും ഈ ഭൂമിയിലേക്ക് ഇറങ്ങത്തില്ലായിരുന്നു. ആനയൊക്കെ സമാധാനമായിട്ട് ഇറങ്ങി നടക്കുന്നില്ലയോ? ഡൈനോസറുള്ള കാലത്ത് പറ്റത്തില്ലായിരുന്നു. അതുപോലെ ഇവനൊക്കെ ഉള്ള സമയത്ത് അലിൻ ജോസ് പെരേരയ്ക്കൊന്നും സമാധാനത്ത് ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യമായി പോയത്. അവന്റെ കണ്ണിലെ തീഷ്ണത കണ്ടില്ലേ? കണ്ടിട്ട് എനിക്ക് മേല് വരിക്കുന്നു. ഞാനെന്തോ കാണിക്കുന്നത്? ആരേലും എടുത്തൊരു താക്കോൽ അവന്റെ കൊടു. എന്തൊക്കെയോ പണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തരക്കേടില്ല. അന്നത്തെ ഒരു 14 വയസ്സുകാരന്റെ കയ്യിലുള്ള കൊണയെല്ലാം ഉണ്ട്. ഇത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. ഈ വീഡിയോ ഫുള്ളി എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി. ആരും ഇത് അങ്ങനെ ഒന്നും എടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ പറയുന്നത്. അന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരനായിരുന്നു. ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പൊ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോയി സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ ഇപ്പുറത്ത് ഒരു ബെല്ല് കിടക്കും. അന്നത്തെ കാലത്തിൽ ആൾക്കാരോട് കാല് പിടിച്ച് കരഞ്ഞു പോവുകയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചോണ്ടിരുന്നത്. ഇഫ് യു ഡോണ്ട് നോ, ഇതിലും പഴയ വീഡിയോ ഉണ്ട്. പ്രൈവറ്റ് അൺലിസ്റ്റഡ്
ലിസ്റ്റഡ്. ഓക്കെ, എനിക്ക് കണ്ടിരുന്ന കരയാനുള്ള ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇതാണ് എന്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ. എന്തുവാ ഞാൻ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനിത് ചെയ്തിട്ട് സ്കൂളിൽ ചെന്നപ്പോൾ എനിക്ക് ഫാൻസ് ആയിരുന്നു. എന്തുവാന്നറിയത്തില്ല. ചേട്ടാ സ്റ്റണ്ടറാന്നാ ചോദിച്ചത്. ഉണ്ടോ, ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, അത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരച്ച് കളിച്ച്. ആൾക്കാർ പറഞ്ഞാൽ ഞാൻ സ്റ്റണ്ടറാന്നാ, സ്റ്റണ്ടർ. എനിക്കൊന്നും കാണാൻ വയ്യ. അന്നത്തെ വിചാരം എന്തോ ആയിരുന്നു. ടോപ്പ് 8 ടിപ്സ് ടു സ്റ്റഡി വെൽ. അന്നും അക്ഷരം അറിയത്തില്ലായിരുന്നു, എന്നാലും ബാക്കിയുള്ളവരെ കൊണാപ്പിക്കാൻ എടുക്കാനായിരുന്നു. എന്തൊക്കെയോ അയ്യോ ദൈവങ്ങള്, ഇതെന്തോ ഇത്. ഇത് ഏതാ ഈ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇരിക്കുന്ന ജീവി? എന്തുവാ വേണ്ടേ? നീ ഒഴിച്ച് ബാക്കി എല്ലാം വേണമായിരുന്നു. മലയാളത്തിലെ വലിയ വലിയ ചാനൽ M4 ടെക്, മലയാളം ടെക്, ഇതിനെല്ലാം ലാസ്റ്റ് ടെക് ഉണ്ട്. അപ്പൊ നമ്മളെ ചാനലിൽ ലാസ്റ്റ് ടെക് തന്നെ വേണം. എന്റെ ദൈവമേ, അതിന് 14K വ്യൂസോ? 14,000 പേര് ഈ കോമാളിത്തരം കണ്ടു. സാധാരണ ശരാശരി ഒരു മനുഷ്യൻ ഈ സമയം കൊണ്ട് തൂങ്ങിച്ചാവേണ്ടതാണ്. മൂട്ടിച്ചെടുത്ത ചെവന്മാരിടുന്ന വീഡിയോയോ. എന്താണ് മച്ചാമാരെ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല സത്യമായിട്ടും. പിന്നെ വേറെ ഒരുത്തനുണ്ട്, ടെക്നിക്കൽ ഗുരുജി. ഇങ്ങനെ ഇൻസ്പയർ ചെയ്ത് അത്രയും വേറെ ഒറ്റ ഒരു യൂട്യൂബർ ഇത്രയും നാളെ ഇൻസ്പയർ ചെയ്തിട്ട്. അന്നത്തെ കാലത്ത് എനിക്ക് വേണം ഇവിടുത്തെ എല്ലാം ഊരിയെടുത്ത് വല്ലവരും വെട്ടാം, അതുപോലെ ഉണ്ടായിരുന്നു. ഇതിലും പണ്ടത്തെ ഉണ്ട്, ഞാൻ കാണിക്കാം. ഇച്ചിരൂടെ പണ്ട് കാലത്ത്. ഇതാണ് ഇച്ചിരി ഏറെ പണ്ടത്തെ. അപ്പൊ അല്ലടാ പത്തിരി ആണം കെടുത്താനായിട്ട്. കണ്ടോ, ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത എഫക്റ്റുകൾ എന്തൊക്കെയോ ആന്നായിരുന്നു വിചാരം. കണ്ടോ, ഇതൊക്കെ കോമഡി ആയിരുന്നു. ഇതൊക്കെ കണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആസ്വദിക്കുമായിരുന്നു അന്ന്. എന്തൊക്കെ ടെക്കി ബാബു, ടെക്കി ഗുഡു, ടെക്കി അമൽ, ടെക്കി എല്ലാം ടെക്കാണ്. ടെക്കി രാഹുൽ, ടെക്നിക്കൽ ഗുരുജി, അങ്ങനെ എല്ലാത്തിന്റെയും കാരണം ടെക്നിക്കൽ ഗുരുജി. അത് ഒറ്റ ഓർമ്മയുള്ള ബാക്കി എല്ലാം. എനിക്ക് പണ്ട് ഈ ടെക് ചാനൽസുമായിട്ട് ഇത്ര വിരോധം ഉണ്ടായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. പണ്ട് എനിക്ക് ഇങ്ങനത്തെ ചില പരിപാടികളും ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര അഭിനേതാവും കൂടിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യുദ്ധത്തിന് പോയപ്പോ അമ്മ കാരണം തോറ്റു. എന്തോ കോലമാടാ ഇത്. അയ്യോ, ഇതേതാണ് സ്ഥലമൊക്കെ? എന്തുവാ ചൂല്? സത്യം പറഞ്ഞ ഞാൻ മറന്നുപോയി ഞാൻ അന്ന് എന്തൊക്കെയാ ചെയ്തതെന്ന്. അവിടെ എത്തിയപ്പോഴോ റേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം കാക്കാച്ചില്ലാത്തൊരു സ്ഥലം. പിങ് കാണിക്കുക. ഒക്കുന്ന പണി എല്ലാം ചെയ്തു, എന്നിട്ടും ഇല്ല. അങ്ങനെ റേഞ്ച് ഇല്ലാതെ മറ്റേത് വേണ്ടാനെ പോലെ നോക്കിയിരിക്കുന്ന യൂട്യൂബർ അദ്വൈത. എങ്ങനെയൊക്കെയോ റേഞ്ച് വന്ന് വെടി വെച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ഇത്. ഭയങ്കരം. പക്ഷെ അതിന്റെ സിനിമാറ്റോഗ്രാഫി ഗ്രേറ്റ് അല്ലേ? ഏതാണ് ഈ കാടൊക്കെ? ഉച്ചയും തല്ലി വീണായിരുന്ന ഇതൊന്നും കാണണ്ടായിരുന്നു. ഓ എന്താ സംഭവിച്ചത്? തീർന്നു വീഡിയോ തീർന്നു. സസ്പെൻസ് ഇടുക. എന്തോ ഞാനൊരു സംഭവം കണ്ടു. എന്നെ വെടി വെച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അതേ സ്ഥലം തന്നെ. ഇതെല്ലാം കണ്ടപ്പോ ഞാൻ തീരുമാനിച്ചു എനിക്ക് ഈ കളി ജയിച്ചു വെക്കത്തുള്ളൂ. തൊസ്റ്റ് പണ്ട് തോറ്റുപോയ അതേ സ്ഥലത്ത് തന്നെ പിന്നെയും വന്നു. ജയിക്കുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ചെന്ന, പക്ഷെ അവിടെ ചെന്ന് പിന്നെ തൊലഞ്ഞു. വാവ്, എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ നല്ല എന്റെ ക്ലിപ്പ് വല്ലതും ഇറങ്ങുന്നതായിരുന്നു. നാണക്കേട്. അയ്യോ, ഇതൊക്കെ മനുഷ്യർ കണ്ടതാ. അപ്പൊ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടോ എല്ലാവരും? ടാറ്റാ.